प्रभु का धन्यवाद हो। आए हुए लोगों के लिए खुदा उनको धन्यवाद देते हैं। എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ ഇതിൻ്റെ അവസരം ലഭിച്ചതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. मैं यीशु मसीह के बारे में आपके साथ संग बात करने के लिए एक मौका दिया, इसलिए खुदा उनको धन्यवाद देते हैं। കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലായി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നാം ഈ വേദപുസ്തകം വിശ്വസിക്കണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. पिछले 2 दिनों में हम ये सीख रहे थे कि हम बाइबल में क्यों विश्वास करना है। ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും വേദപുസ്തകത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. हम बाइबल का खासियतों के बारे में हम बात कर रहे थे. ഞാൻ ഏറ്റവും പ്രധാനമായി എല്ലാവരും ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം വീണ്ടും ഇന്ന് ആവർത്തിക്കുകയാണ്. आपको याद रखने के लिए फिर से मैं दोहराना चाहता हूँ. 40-ലധികം വ്യക്തികളാൽ 1000-ലധികം വർഷം എടുത്ത് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് വേദപുസ്തകം. 40 से अधिक लेखक हजारों साल के बीच के दौरान में बाइबल लिखा था. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എന്തുകൊണ്ട് കൃത്യമായിട്ടൊരു എണ്ണം പറയുന്നില്ല 40-ലധികം എന്നൊക്കെ. आप ये सवाल पूछेंगे 40 से ज्यादा क्यों बताया, 40 या 41 क्यों नहीं बताया. ചില പുസ്തകങ്ങളിൽ ചില വ്യക്തികളുടെ സംഭാവന വളരെ ചുരുക്കമായിട്ടുണ്ട്. ഒരെണ്ണം വേണമെങ്കിൽ ഉദാഹരണമായി പറയാം. कुछ किताबों में कुछ लोगों का उसमें शामिल होना मतलब छोटी सी हिस्सा है उनका. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവിന്റെ ചില രേഖകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. दानियल का नबूवत किताब है, उसमें जो है नबूकदनेस्सर का भी कुछ हिस्सा है. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഇത്രയും വ്യത്യസ്ത വ്യക്തികളാൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടുവെങ്കിലും इतना हजारों साल के दौरान में कई लोगों के साथ लिखा गया, फिर भी യേശുക്രിസ്തു എന്ന പ്രധാന വിഷയത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ ഓരോ പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ये बाइबल का सबसे बड़ा अहम कंटेंट यह है कि यीशु मसीह है, वो शुरू से लेके आखिर तक बाइबल के अंदर आप देख सकते हैं. വളരെ പ്രയാസപ്പെട്ട് പല ഭക്തന്മാർ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുത്ത ചില സത്യങ്ങൾ ആണ് ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലൂടെ നിങ്ങളോട് സംസാരിച്ചത്. कई जो सेवकाई करने वाले लोग जो मिशन में अपना बड़े मेहनत के साथ बाइबल के अंदर से खोज करके जो निकाली चीजें आपके साथ शेयर किए थे पिछले 2 दिन में. ഇത് പഠിച്ചാൽ തീരുന്നതല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞാലും തീരുന്നതല്ല. ये जब आप बाइबल पढ़ना शुरू करेंगे और उसको समझना शुरू करेंगे, ये खत्म नहीं होगा, इसलिए बताए जाएं तो भी खत्म नहीं होने वाला. ഒരു സാധാരണക്കാരന്റെ വായനയിൽ എസ്തർ എന്ന ഒരു പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പ്രതിവാദ്യങ്ങളില്ല. एक आम आदमी जब रीड करेंगे पढ़ेंगे बाइबल में एक किताब है एस्तेर, उसके अंदर जो है खुदावंद का जिक्र नहीं है. പക്ഷേ എബ്രായ ഭാഷ പഠിക്കുന്നവർക്ക് വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊരു രീതിയാണെന്ന് പറഞ്ഞാൽ 1ാമത്തെ അക്ഷരം വായിച്ചതിന് ശേഷം 8ാമത്തെ അക്ഷരം വായിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം 16ാമത്തെ അക്ഷരം വായിക്കുക, ഇങ്ങനെ ഒരു രീതി ഉണ്ട്. जब इब्रानी भाषा समझने वाले लोग हैं वो कुछ इस तरह से पढ़ते हैं, जो सबसे पहले जो वर्ड है उसका सबसे पहला लेटर पढ़ते हैं, उसके बाद जो है 8वां वर्ड का 8वें पहला लेटर पढ़ते हैं, उसके बाद 16वीं वर्ड का पहला लेटर पढ़ते हैं. ऐसे पढ़ने वाला एक तरीका है, ऐसे समझने वालों को कुछ और समझ आता है. ഇങ്ങനെ അവർ വായിച്ചിട്ട് ദൈവത്തെക്കുറിച്ചുള്ള വിവിധ വസ്തുതകൾ ആ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. ऐसे वो पढ़ने वाले लोग खुदावंद के बारे में कई चीज उसके अंदर लिखा है, ऐसे कहते हैं. കഴിഞ്ഞ 2 ദിവസം ഞാൻ വേദപുസ്തകം നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നുള്ളതിനെ കുറിച്ച് അതിശയകരമായ ചില കാര്യങ്ങൾ പറഞ്ഞു. पिछले 2 दिन में हमने ये पढ़ा था कि बाइबल हम क्यों विश्वास करना है, ये जो लिखा हुआ चीज हम विश्वास को क्यों करना है. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. आज हम ये सीखेंगे कि यीशु मसीह को क्यों विश्वास करेंगे. നമുക്കെല്ലാവർക്കും അറിയാം, സൃഷ്ടിച്ചത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സൃഷ്ടികളും ദൈവത്താലാണ്. हम सब जानते हैं जो दुनिया को रचने वाला खुदावंद है. അങ്ങനെയല്ലേ എല്ലാവരും വിശ്വസിക്കുന്നത്? ऐसे आप विश्वास करते हैं. അങ്ങനെയെങ്കിൽ ദൂതന്മാരെ ആര് സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു? अगर ऐसा है तो फरिश्तों को किसने बनाया? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ പിശാചിനെ ആര് സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കുന്നു? अगर ऐसा है तो शैतान को कौन बनाया? അവിടെയാണ് നമുക്കൊരു ചെറിയ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്. यहाँ पे हमें थोड़ा सा डाउट है, कहीं समझने का ഒരു जरूरत. കാര്യം മനസ്സിലാക്കിയിരിക്കുക, ദൈവം
കൊള്ളാത്ത ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഒരിക്കലും. आप ये समझना जरूरी है, खुदावंद ऐसा कोई चीज नहीं बनाया है जो फायदा वाला नहीं है. എല്ലാ വ്യക്തികളും ഒരു സാധാരണ ചോദ്യത്തിൽ ഉത്തരം പറയുന്ന രീതി ഇത് തന്നെയാണ്. ആദ്യം ഇത് നമ്മളെ കിണിപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ये सारे लोग ऐसे ही सवाल का जवाब देते हैं और ये ट्रिकी क्वेश्चन भी है थोड़ा समझने में. ഇത് തന്നെ ചോദിക്കും, മനുഷ്യനെ സൃഷ്ടിച്ചതാര്, ഗ്രഹങ്ങളെ സൃഷ്ടിച്ചതാര്, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതാര്. ഏറ്റവും അവസാനത്തെ ചോദ്യമായിരിക്കും പിശാചിനെ സൃഷ്ടിച്ചതാര്. सब सवाल यहाँ पे ऐसे पूछते हैं कि दुनिया कौन बनाया, फरिश्ते कौन बनाया, कायनात कौन बनाया. उसके बाद पूछेंगे शैतान को कौन बनाया. പിശാചിനെ ദൈവം സൃഷ്ടിച്ചതല്ല. शैतान को खुदावंद ने बनाया नहीं है. അത് വേദപുസ്തകത്തിൽ നിന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. वो बाइबल से हम आपको सिखाएंगे. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം यहेजकेल का किताब हम जाएंगे 28-12 മുതലുള്ള വാക്യങ്ങൾ. 12 से आयत पढ़ेंगे. 17 വരെ വായിക്കും. ऐ आदमजाद, सूरज के बादशाह परिया नोहा कर और उससे क्या, खुदावन यूं फरमाता है कि तू खातिमुल माल, दानिश से ममूर और हुस्न में कामिल है. तू अदम में बागे खुदा में रहा करता था. हर एक कीमती पत्थर तेरी कोशिश के लिए था. मसलन याकूत सुरख और पुखरात और अलमास और फिरोजा और संगे सुलेमानी और जबरजद और नीलम और जमर्द और गोहरे शब चिराग और सोने से तुझ में खातम साजी और नगीना बंदी की सनत तेरी पैदाइश के रोज से जारी रही. तू मंसूब रूबी था जो साया अफगन था और मैंने तुझे खुदा के कोहे मकदस पर कायम किया. तू वहाँ आतशी पत्थरों के दरमियान चलता फिरता था. तू अपनी पैदाइश ही के रोज से अपनी राहो रस्म में कामिल था जब तक कि तुझ में नारास्ती ना पाई गई. तेरी सौदागरी की फरावानी के सबब से उन्होंने तुझ में जुल्म भी भर दिया और तूने गुनाह किया. इसलिए मैंने तुझको खुदा के पहाड़ पर से गंदगी की तरह फेंक दिया और तुझ साया अफगन रूबी को आतशी पत्थरों के दरमियान से फना कर दिया. तेरा दिल ഇപ്പൊ മനസ്സിലായി കാണും എങ്ങനെയാണ് ആദ്യമായിട്ട് ദൈവത്തിനൊരു ശത്രു ഉണ്ടായത്. अभी आप थोड़ा सा समझ लेंगे कि कैसे एक दुश्मन खुदावंद के लिए बना. എല്ലാവരും അത് ശ്രദ്ധിച്ചായിരുന്നു. आप उसको समझने का कोशिश किए ये जो पढ़ा है. ദൈവം സ്വർഗത്തിൽ വസിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഏറ്റവും മനോഹരങ്ങളായ ദൂതന്മാരുടെ ഒരു സമൂഹമായിരുന്നു. खुदावंद आसमान में रहने के लिए फरिश्तों को बनाया था. वो फरिश्तों में से सबसे खूबसूरत वाले लोग जो थे उनके बारे में हम बात कर रहे हैं. നമ്മൾ ഇന്നുവരെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും ഒരു രത്നം കണ്ടിട്ടോ എന്നറിയില്ല. നമ്മൾ ചിലപ്പോൾ ഈ കളവിക്കുന്നവരല്ല, യഥാർത്ഥമായ തിളങ്ങുന്ന രത്നങ്ങൾ 9 എണ്ണം പതിച്ച ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു. आपने डायमंड का असली रूप देखा है नहीं देखा है मैं नहीं जानता. दुकान में जो मिलते हैं वो पता नहीं क्या है, कोई पत्थर है. असली रत्न जो कहते हैं, डायमंड जो कहते हैं, उसके द्वारा वो बने थे. അത്ര മനോഹരങ്ങളായ ഒരു സൃഷ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രധാനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സൃഷ്ടിയായിരുന്നു. खुदावंद के जो आसमान में खुदावंद के जो तख्त है वहाँ पे अहम कामों को करने के लिए उनको दिया था. बड़ा इम्पोर्टेंट काम जितने भी थे वो इनको दिया जाता था. അപ്പൊ അവിടുത്തെ ജോലികളുടെ ആധിക്യ നിമിത്തം അല്ലെങ്കിൽ അതിന്റെ പെരുപ്പ നിമിത്തം ഈ സൃഷ്ടിക്ക് അഹങ്കാരം ഉള്ളിലുണ്ടായി. वहाँ पे इतना ज्यादा जिम्मेवारी इनको दिया जाता था, इसलिए उनके अंदर जो है एक गर्व पैदा हो गया. ഈ അഹങ്കാരം ഹൃദയത്തിൽ രൂപപ്പെട്ട ആ സമയം തന്നെ ദൈവം അത് മനസ്സിലാക്കി ഈ ജീവിയെ അല്ലെങ്കിൽ ഈ സൃഷ്ടിയെ വെട്ടി താഴേക്ക് കളഞ്ഞു. जब इनके अंदर गर्व पैदा हो गया तो खुदावंद इसके अंदर ये सोच जब शुरू हुआ है तो उस सोच के साथ ही खुदावंद इसको गर्दन में काटा और नीचे इसको फेंक दिया. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഈ കാര്യത്തെക്കുറിച്ച്
പറയുന്നുണ്ട് 14-ാം അധ്യായത്തിൽ. यशायाह का किताब में भी इसके बारे में लिखा है. അപ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഒരു ശത്രു ആദ്യമായിട്ട് ഉണ്ടായത്. अभी हम समझने का कोशिश कर रहे हैं कि ये सबसे पहले एक दुश्मन खुदावन के लिए कैसे बने थे और कहाँ. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, ദൈവം ഒരു ശത്രുവിനെ സൃഷ്ടിച്ചതല്ല, അല്ലെങ്കിൽ പിശാചിനെ സൃഷ്ടിച്ചതല്ല. ദൈവം സൃഷ്ടിച്ചതൊന്ന് സ്വയം പ്രവൃത്തി നിമിത്തം പിശാചായതാണ്. अभी आप ये समझ लो कि खुदावन का सेवा के लिए कुछ फरिश्तों को बनाया था, लेकिन वो अपना काम छोड़ के अपना मन के गर्व के द्वारा अपने जगह से अलग हो गया और गिर गया. ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം നല്ലതല്ല, നല്ലതിനായി സൃഷ്ടിക്കുന്നു. खुदावंद हर चीज अच्छा बनाता है, अच्छा काम के लिए बनाता है. ഇപ്പോ എന്നെ സൃഷ്ടിച്ചു, ഈ ദേവദാസനെ സൃഷ്ടിച്ചു, ഞങ്ങൾക്ക് നല്ലതും ചെയ്യാം ചീത്തയും ചെയ്യാം. अभी ये जो है हम पास्टर जी है और मैं है, हमें भलाई के लिए खुदावंद ने बनाया है, लेकिन हम बुरा काम भी कर सकते हैं. സ്വർഗത്തിലെ ഒരു സൃഷ്ടി ദോഷമായത് ചിന്തിച്ചപ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിയുടെ ചിന്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ വേണമെങ്കിൽ ഒന്ന് വായിക്കുന്നതല്ലായിരിക്കും. യെശയ്യാ പ്രവാചകൻ 14-ാം പുസ്തകം 14-ാം അധ്യായം. यशायाह का जो किताब है यशायाह, उसका 14 है, 14 बाब 12 और 13 पढ़े. असूब के रोशन सितारे तू क्यों कर आसमान से गिर पड़ा, एकोमों को पस्त करने वाले तू क्यों कर जमीन पर पटका गया. तू तो अपने दिल में कहता था आसमान पर चढ़ जाऊंगा, मैं अपने तख्त को खुदा के इस्तारों से भी ऊंचा करूंगा, मैं शुमाली तरफ में जमायत के पहाड़ पर बैठूंगा. അപ്പോ ഈ കെരൂബ് ആയിട്ട് ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടി പറഞ്ഞ എന്താ, ഞാൻ സൃഷ്ടാവിനൊപ്പം ആകും. ये एक फरिश्ता या केरूब है, केरूबी को बनाया था, लेकिन उनके अंदर उनका मन में क्या सोच था कि खुदावंद का तख्त का ऊपर अपना तख्त बनाया. ഇനി മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുകയാണ്, ആ ഏദൻ തോട്ടത്തിൽ ഹവ്വായെയും ഈ ശത്രു ഇത് പറഞ്ഞു തന്നെയാണ് വഞ്ചിച്ചത്. आपको समझाने के लिए कहना चाहता हूँ, एदन का वाटिका में आदम और ईव को शैतान यही बता के उनको गिराया. നിങ്ങൾ ഈ പഴം കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്നാണ് പറഞ്ഞത്. उनको क्या बताया था, अगर ये फल खाएंगे तो आप खुदा का जैसे हो जाएंगे. എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിൽ തോന്നിയ അതേ അഹങ്കാരം അവരുടെ മനസ്സിലും തോന്നിപ്പിച്ചു. तो उनके अंदर क्या सोच शुरू में बने थे कि खुदा का तख्त का ऊपर अपना तख्त बनाएंगे या उनका बराबर करेंगे, वही सोच आदम और हव्वा का अंदर भी इन्होंने डाला. ഇനി ഈ പ്രവചനത്തിന്റെ ഒരു നല്ല രീതി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. इसके आपको ये भी बता दूं कि प्रोफेसी का कैसा तरीका है, वो भी आपको समझाना चाहता हूँ. എനിക്ക് തോന്നുന്നു നമ്മൾ ചരിത്രത്തെക്കുറിച്ച് വായിക്കുന്നതിൽ ഏറ്റവും ആദ്യത്തെ സംഭവമായിരിക്കണം നമ്മൾ വായിച്ചത്. जब आप हिस्ट्री के बारे में पढ़ेंगे, चरित्र को पढ़ेंगे, तो सबसे पहला हिस्सा होगा जो अभी आपने पढ़ा था. അവിടെ മുതൽ ദൈവം അഹങ്കാരത്തെ വെറുക്കുന്നു. ये वहां से शुरू होके खुदावन जो है गर्व से नफरत करता है, गर्वी लोगों से नफरत करता है. നിങ്ങൾക്ക് എവിടെയെങ്കിലും അസാധാരണമായ അഹങ്കാരം വ്യക്തിയിലോ രാജ്യത്തോ സമൂഹത്തിലോ കണ്ടാൽ കണ്ണുമടച്ച് പ്രവചിക്കാം ഇതിന്റെ വീഴ്ച എടുത്തായിരിക്കും. अगर किसी इंसान के अंदर, कोई देश में, कोई राजा में, उनके अंदर इतना घमंड हो जाए तो आप आराम से आप प्रोफेसी कर सकते हैं कि इनका गिरना जरूरी है, इनका तबाह होना जरूरी है. അത് ദൈവവചനത്തിന്റെ സത്യമാണ്. ये कलाम में सच्चाई के हिसाब से लिखा. നമ്മൾ ചരിത്രത്തെ പുറമോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കിത് മനസ്സിലാവുകയും ചെയ്യും. आप थोड़ा चरित्र को पढ़ना शुरू करें तो आप इसको समझ लो. ഹിറ്റ്ലറോ അലക്സാണ്ടറോ അങ്ങനെ തുടങ്ങി പല പുറമോട്ട് ആരെ കുറിച്ച് പഠിച്ചാലും നമുക്കിത് വ്യക്തമാണ്. कई लीडर होते थे, हिटलर होते थे, वहाँ पे अलेक्जेंडर होते थे, या कोई भी शख्स का नाम आप ले लो, उसमें आपको समझ आएगा. അപ്പോൾ നമ്മൾ മടങ്ങി വരുന്ന വിഷയത്തിലേക്ക്. हम अभी वापस आते हैं. അപ്പോൾ ദൈവത്തിനൊരു ശത്രു ഉണ്ടായി. अभी जो है खुदावंत के सामने एक दुश्मन खड़ा हो गया. ഈ ശത്രു അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ദൈവം തന്നെ ആരാധിക്കുവാനായി തനിക്ക് കൂട്ടാളിയായി ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ये जब एक दुश्मन एक तरफ खड़ा है,
उसी समय खुदावंद को आराधना करने के लिए इंसान को बनाया। അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും എല്ലാ മതങ്ങളിലും നമ്മളൊന്ന് നോക്കിയാൽ എല്ലാ മതങ്ങളുടെയും പ്രധാനമായി പറയുന്ന പ്രശ്നം പാപമാണ്. इसलिए जब आप देखेंगे हर दुनिया का हर एक मजहब में सबसे बड़ा चीज जो दिखाते हैं और बताते हैं वो पाप के बारे में बताते हैं। ഇതെങ്ങനെ വന്നു? ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ തന്നെ എന്ത് ചെയ്തു? പാപം ചെയ്തു. ये कैसा हुआ दुनिया में कि खुदावंद का हाथ से बना हुआ फरिश्ते के द्वारा पाप होना शुरू हो गया। പാപത്തെ കുറിച്ച് പറയാത്ത ഒരു മതവും ഇല്ല. हर मजहब जो है पाप के बारे में बताते हैं। നമുക്കൊക്കെ അറിയാവുന്ന ഒരു മതം അത് കൊല്ലുന്നത് പാപമാണെന്ന് ആ മതം വിശ്വസിക്കുന്നു. हम जानते हैं एक मजहब है वो अपने आप कहते हैं कि मारना पाप है या कत्ल करना पाप है। ഒരാളെയും കൊല്ലാൻ പാടില്ല. किसी इंसान को नहीं मारना है। ഭക്ഷണത്തിന് വേണ്ടി വൃക്ഷങ്ങളെയോ സസ്യങ്ങളെയോ പോലും കൊല്ലാൻ പാടില്ല. अपना खाने के लिए पेड़ या जमीन में कोई भी चीज को मारना नहीं चाहिए। അപ്പോൾ പിന്നെ ഭക്ഷണം എങ്ങനെ കഴിക്കും? तो फिर खाना कैसे खाएंगे? അവരുടെ അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയ ആരുടെയെങ്കിലും വീട്ടിൽ പോയി യാചിച്ച് ലഭിക്കുന്നത് കഴിക്കണം. इसके लिए एक सोल्यूशन दिया है कि जो कोई घर में खाना बनाते हैं उधर जाके आप खाना मांगे, वो मांग के खाना शुरू करें। यानी आप बनाए मत, इसके लिए कोई चीज को मारना नहीं, लेकिन कैसे खाए। ഈ മതത്തിന്റെ ആശയത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ इस मजहब का सबसे बड़ा प्रॉब्लम यह है, ഞാൻ പാസ്റ്ററുടെ വീട്ടിൽ പോയി യാചിച്ച് കഴിക്കണമെങ്കിൽ പാസ്റ്റർ പാപം ചെയ്തിരിക്കണം. वो जैसे पास जी मेरे घर पे आके मांग के खाना है तो मैंने पाप करना है उनके लिए। ലോകത്തുള്ള എല്ലാവരും ഈ വിശ്വാസത്തിലേക്ക് വന്നുവന്നിരിക്കട്ടെ, ആ ചില ദിവസങ്ങൾക്കുള്ളിൽ ലോകത്തുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കാതെ മരിക്കേണ്ടി വരും. अगर आप सोचें कि इस दुनिया का सारे लोग जो है उस विश्वास में आ जाए तो कुछ दिन में सारे भूखा मर जाए। ഇനി മറ്റൊരു വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറയാം. एक दूसरा मजहब के बारे में बताएंगे। ആ വിശ്വാസത്തിൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ആ ഓരോ വ്യക്തിയും ചെയ്ത നല്ല പ്രവൃത്തിയും മോശം പ്രവൃത്തിയും ത്രാസിന്റെ രണ്ട് തട്ടുകളിൽ വയ്ക്കും. एक आदमी जब अपना जीवन में उनका मौत हो जाता है, मर जाते हैं, तो उनका आत्मा जो है स्वर्ग में जाएंगे। जब स्वर्ग में जाएगा तो उन्होंने अपना जीवन में जो भला काम किया है, जो बुरा काम किया है, दोनों जो है एक तिरास के साथ तोला जाएगा। അപ്പോൾ നല്ല പ്രവൃത്തിയാണ് താണിരിക്കുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോകാം. अगर वो भला काम उसका भारी है तो वो स्वर्ग में जाएगा। ഇനി ഈ തത്വത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ इसका प्रॉब्लम क्या है आप समझ रहे हैं? ഞാനൊരു 10 നല്ല പ്രവൃത്തി ചെയ്തെന്നിരിക്കട്ടെ, सोचो कि मैंने 10 अच्छा काम किया है, भला काम, 2 മോശം പ്രവൃത്തി ചെയ്തിട്ടുള്ളൂ. 2 गलत काम भी किया है। അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തായാലും എന്റെ തട്ട് താണെന്നിരിക്കും. तो जब आसमान में जाएंगे तो मेरा तराजू जो है भला काम का नीचे हो। ഇനി എനിക്ക് ഒരു 7 മോശം പ്രവൃത്തി ചെയ്യാനുള്ള സാവകാശവും കൂടെ ഉണ്ട്. अभी जो है मुझे 7 बुरा काम करने का मौका और अभी बाकी है। മനസ്സിലായി തട്ടിന്റെ പ്രശ്നം? ये तराजू का प्रॉब्लम ये है। കാര്യം നല്ല പ്രവൃത്തി 4 ചെയ്താൽ പിന്നെ ഒരു 3 മോശം പ്രവൃത്തി ചെയ്യാനുള്ള സാവകാശം നമുക്ക് തരുന്നു अब ആവശ്യം. 4 अच्छा काम भला काम करें तो आपको 3 बुरा काम करने का मौका अभी बाकी है। ഇനി മറ്റൊരു വിശ്വാസത്തെ കുറിച്ച് പറയാം. एक और मजहब है जो उसके बारे में बताएंगे। ആ വിശ്വാസത്തില് മനുഷ്യനായി ജനിക്കുന്നു, वो इंसान होके पैदा होता है। മനുഷ്യനായി ജനിച്ച് ആ മനുഷ്യന് സ്വർഗത്തിൽ പോകാനുള്ള അവകാശം ഇല്ലെങ്കിൽ उस आदमी को स्वर्ग में जाने का यानी अब भले बुराई में उसको मौका नहीं मिला। മരിച്ചു കഴിയുമ്പോൾ മറ്റൊരു മൃഗമായിട്ട് ജനിക്കും. वो जब उसका मौत हो जाता है तो वो एक जानवर में होके पैदा हो जाता ആ മൃഗം ആയിട്ട് മരിച്ചു കഴിയുമ്പോഴും സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ है। वो जानवर बना लेकिन उस समय भी वो भला काम में स्वर्ग में नहीं जा सकता। കുറച്ചുകൂടെ ചെറിയൊരു മൃഗമായിട്ട് ജനിക്കും. एक दूसरा जानवर, छोटा जानवर बन के पैदा हो जाता है। ഇങ്ങനെ പല ആവർത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വ്യക്തി അവസാനം സ്വർഗത്തിലേക്ക് പോകും. ऐसे फिर वो बदलते हैं, फिर कीड़ा तक पहुंचते हैं, उसके बाद वो स्वर्ग में जाएगा। ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ इसका ये प्रॉब्लम ये है,
ആദ്യമായിട്ട് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ മൃഗങ്ങളില്ല. तो सबसे पहले जो खुदावंद इंसान को जब बनाया था, കാര്യം മൃഗങ്ങൾ तो उस ഉണ്ടാവണമെങ്കിൽ समय अगर बनाया होता तो उस समय हमें ये समझना है कि जानवर नहीं था. ഇപ്പൊ ഈ മൃഗങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മനുഷ്യൻ ആദ്യം अगर जानवर पैदा होना है तो क्या करना है? इस आदमी മരിച്ചിട്ട് വേണം മൃഗങ്ങൾ ഉണ്ടാകും. ये आदमी पाप करना है, तब जाके जानवर पैदा होगा. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ഒരിക്കലും അവസാനിക്കാൻ പറ്റില്ല. तो ये दुनिया को कभी जो है खत्म नहीं हो सकता. കാര്യം ഇന്നിപ്പോ എല്ലാവരും മരിക്കാമെന്ന് തീരുമാനിച്ചാലും അവരെല്ലാം സ്വർഗത്തിലെത്താതെ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചുപേര് മൃഗങ്ങളായിട്ടുള്ള ജനിക്കേണ്ടി വരും. कुछ लोग अभी आगे अब सोचे कि ये दुनिया खत्म कर दें, सब आदमी मर जाएं, तो भी अभी जितना जानवर बचे हैं उनके इंतजार करना पड़ेगा. അപ്പോൾ അവസാനം വന്ന് ചില ഇഴജന്തുക്കളോ അല്ല വളരെ ചെറിയ ജീവികളോ ഒക്കെ ആയിട്ട് കുറെ ഇങ്ങനെ ലോകത്തുണ്ടായതിനു ശേഷം അവസാനം മാത്രമേ ആ ലോകത്തിന് അവസാനിക്കാൻ പറ്റൂ. तो जानवर के बाद जो भी छोटे रीति का जानवर है, जो भी कीड़ा है, वो होके पैदा होके इसका पूरा रेसोल्यूशन खत्म होने के बाद ही जाएंगे. दुनिया खत्म नहीं हो सकती. നമുക്കറിയാം ഈ ലോകത്തിന്റെ ആ ഒരു ചക്രം ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മിക്കവാറും എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളും ഉണ്ടായിരിക്കണമെന്നുള്ളത്. आप जानते हैं कि अगर ये नेचर जो आपका सामने खड़ा होना है, तो नेचर के अंदर हर तरह का प्राणी, जानवर, इंसान सब कुछ होना जरूरी है. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മാത്രം പ്രാധാന്യം മനസ്സിലാവുന്നത്. यहाँ पे हम ये बताएंगे यीशु मसीह का सबसे बड़ा खासियत क्या है, उसके बारे में हम बताएंगे. മനസ്സിലാക്കിയിരിക്കുക, യേശുവിനെ പോലെ വേറൊരാളില്ല. आपको इस पहले से समझाया था, यीशु मसीह के जैसा कोई नहीं है. അതുപോലൊരു പരിഹാരം വേറെ ഇല്ല. ऐसा कोई हमारे लिए कोई बदलाव आदमी है नहीं. കന്യകയിൽ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച യേശുവിനെ കുറിച്ച് वो कन्या में जन्मा और पाप रहित जिया. ശിഷ്യന്മാര് നമുക്ക് എഴുതി തന്നു. चले रसूल जो लोग हैं हमारे लिए लिख के हमें सिखाया. യേശുവിൽ വിശ്വസിക്കാത്ത ചരിത്രകാരന്മാര് നമുക്ക് എഴുതി തന്നു. जो हिस्ट्री बनाते थे वो लोग, उनका रिकॉर्ड हमारे सामने है. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റും ഈ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നു. इसलिए हम विश्वास कर सकते हैं यीशु मसीह इस धरती पे जिया. നമുക്ക് തുല്യനായി ജീവിച്ചിരുന്ന ഒരാളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. हमारा जैसा 2000 साल पहले जिया एक आदमी के बारे में हम कहते हैं. ഇനി എന്തിന് യേശുക്രിസ്തു മനുഷ്യനായി വന്നു എന്ന് ഒരു ചോദ്യമുണ്ട്. अब लोग सवाल करेंगे यीशु मसीह मनुष्य बन के पैदा क्यों हुआ. ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, പഴയ നിയമത്തില് വീണ്ടെടുപ്പിന്റെ ഒരു നിയമം ദൈവം വയ്ക്കുമ്പോൾ पिछले दिन हमने जब समझ रहा था, जब उद्धार के लिए खुदावंद एक नियम रखता है, വീണ്ടെടുക്കുന്നവൻ ചാർച്ചക്കാരനായിരിക്കണം എന്നൊരു നിയമം വെച്ചിരുന്നു. जब उद्धार लेता है एक आदमी को, वहां से बचाता है, उस आदमी उनका बिरादरी का होना चाहिए या कोई उनका खानदान का आदमी होना चाहिए. ഇന്ന് യേശുക്രിസ്തു നമ്മൾക്കെല്ലാം മനുഷ്യനായി ജനിച്ചുകൊണ്ട് നമുക്കെല്ലാം ചാർച്ചക്കാരനാണ്. यीशु मसीह जो है इंसान होकर पैदा हुआ, इसलिए हम सबके लिए क्या है, हमारा खानदान में या रिलेशन में आ जाता है. ഇനി യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തെ ചില പ്രത്യേകതകൾ ഞാൻ വളരെ വേഗത്തിലൊന്ന് പറയാം. यीशु मसीह जब जिंदा रहे उस समय का कुछ खास चीजें आपके साथ शेयर करना चाहता हूँ. ലൂക്കോസ് 2:47 വായിച്ചാൽ लूका का सुसमाचार उसका 2:47. और जितने उसकी सुन रहे थे उसकी समझ और उसके जवाबों से दंग थे. 12-ാം വയസ്സിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. കേൾക്കുന്നവർക്ക് അതിശയം തോന്നുന്ന വിധത്തിൽ ദൈവവചനത്തെ കുറിച്ച് സംസാരിക്കാൻ യേശുവിന് കഴിഞ്ഞിരുന്നു. तो 12 साल की उम्र में जब वो जवाब देते थे, जो सुनने वाले बड़े ज्ञानी लोग उनका जवाब से दंग रह जाते थे. അതേ അധ്യായത്തിൽ 51-ാം വാക്യം വായിച്ചാൽ उसका 51 आप जब पढ़ेंगे, और वो उनके साथ रवाना होकर नासरत में आया और उनके ताबे रहा और उसकी माँ ने ये सब बातें अपने दिल में रखी. ഇത്രയും അറിവുണ്ടായിരുന്നിട്ടും അതിൻ്റെതായ പ്രത്യേകത ഒരു അഹങ്കാരം ഒന്നുമില്ലാതെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി പിന്നെയും ജീവിച്ചു യേശുക്രിസ്തു. लेकिन इतना सब कुछ होते हुए भी अपना उस उम्र में अपना माता पिताओं का जो आज्ञा का पालन करते हुए उनका साथ रहा. ഞാൻ പറയാൻ കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ചില മതപരമായ അറിവുകൾ ലഭിച്ചാൽ അവർ ലോകമൊക്കെയും സഞ്ചരിച്ച് ഏതെങ്കിലുമൊക്കെ
ആ മതത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും എമ്പാടും പ്രസിദ്ധി ആർജിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. आपने कुछ देखा होगा, कोई मजहब में कोई छोटे बच्चे जो है कोई बड़ा भाषण देना शुरू कर दिया, कोई ज्ञानी बात करना शुरू कर दिया, तो इतना जल्दी उसको लीडर बना देते हैं, फिर वो दुनिया का हर कोने पे लेके जाते हैं. ये आप देखे होंगे. ഇനി യേശു ക്രിസ്തു മാതാപിതാക്കളെ അനുസരിച്ചു നമ്മൾ വായിച്ചു, ദൈവത്തെ അനുസരിച്ചു എന്ന് വേദോസ്തം പറയുന്നു. ये यीशु मसीह जो है अपना माँ बाप का आज्ञा का पालन किया, हमने पढ़ा है. अभी आगे हम देखेंगे खुदावन का आज्ञा का भी पालन किया है. ഫിലിപ്പിയ ലേഖനം 2-8. वो फिलिपियों का किताब उसका 2:8 पढ़ेंगे. और इंसानी शक्ल में जाहिर होकर अपने आप को पस्त कर दिया और यहाँ तक फरमाबरदार रहा कि मौत बल्कि सलीबी मौत द्वारा की. എല്ലാ കാര്യത്തിലും ദൈവത്തെ അനുസരിച്ച ഒരേ ഒരാളാണ് യേശു ക്രിസ്തു. हर बातों में खुदावंत का आज्ञाओं का पालन किया यीशु मसीह. യോഹന്നാന്റെ സുവിശേഷം 4-34 വായിക്കുമ്പോൾ യോഹन्ना का सुसमाचार 4:34 पढ़ेंगे. योहन्ना का सुसमाचार उसका 4:34. यीशु ने उनसे कहा, मेरा खाना यह है कि अपने भेजने वाले की मर्जी के मुवाफिक अमल करूं और उसका काम पूरा करूं. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞതാണ് യേശു. यीशु मसीह कहते हैं कि जो मुझे भेजने वाला खुदावंत का इच्छाओं को पूरा करना ही मेरा खाना है. യേശു ക്രിസ്തു തന്നെ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. उससे पहले यीशु मसीह ने ये बोला था कि हाँ, इंसान जो है सिर्फ रोटी से नहीं बल्कि खुदावंत का कलाम से भी जीता. ഇനി അത് അവിടെയും പറയുന്നതല്ല, അതിനു മുമ്പ് ദൈവം ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞ വാക്യമാണ് അത് യേശു ക്രിസ്തു അവിടെ ആവർത്തിക്കുന്നത്. वो जो है पहले डिटरमिनी में पहले ही बताया था ये चीजें. സന്ദർഭവശാൽ ആ ഭാഗത്ത് എത്തിയത് കൊണ്ട് ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്ന പിശാചിനോട് യേശു പറഞ്ഞ മറുപടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. यीशु मसीह को परखने के लिए जो शैतान आया था उसके साथ ये बात की थी. അപ്പോൾ ഈ വചനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആരോട് എതിർത്ത് നിൽക്കാമെന്ന് ആ ഭാഗം സൂചിപ്പിക്കുന്നു. हमारा अंदर अगर कलाम है, ये कलाम सारे है, तो शैतान से या उसका ताकत से हम उसके खिलाफ हम खड़ा हो सकता है. എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു കേട്ടുള്ള അറിവെങ്കിലും കാണും, ആർക്കെങ്കിലും ഭൂതബാധ ഉണ്ടായാൽ ചില പ്രത്യേക അഭിഷിക്തന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. आप सुने होंगे किसी के ऊपर बदरू का ताकत अगर आ जाए तो आप सुने होंगे कोई स्पेशलिस्ट पास्टर्स को लेके आना है, उनके लिए दुआ करना है. അനുഭവത്തിൽ നിന്നുള്ള ഉറപ്പുകൊണ്ട് പറയാം, ഈ വചനം മാത്രം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശത്രുവിനെ എതിർക്കാൻ പറ്റും. मैं अपना एक्सपीरियंस है, मैं आपको कहना चाहता हूँ, अगर आप कलाम में पक्का है तो ये कलाम बहुत है, उसके ऊपर फतह पानेगा. യേശു ക്രിസ്തു പിശാചിനോട് ഒന്നും പറഞ്ഞില്ല, ദൈവവചനം മാത്രമാണ് ഓരോ തവണയും മറുപടി പറഞ്ഞത്. यीशु मसीह जो बदरू लोगों के साथ, ऐसे लोगों के साथ कोई बात नहीं किया, बल्कि उनसे सिर्फ कलाम उनके सामने रखा था. ഞാൻ ഈ ഓരോ വിഷയം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ഭൂമിയിൽ സാധാരണയായ ഒരു മനുഷ്യനേക്കാൾ വ്യത്യസ്തനായി ജീവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ये सारे बातें आपके साथ इसलिए बताएं कि यीशु मसीह एक आम आदमी जैसे नहीं रहा था, लेकिन एक आम आदमी का जैसा बिहेव नहीं किया. ഈ പറഞ്ഞ പ്രത്യേകതകളുള്ള എല്ലാം ഉള്ള ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ല. ये सारा इतना सारा खूबी अपने जीवन में दिखाने वाला एक दूसरा आदमी आप अपना जिंदगी में नहीं देख सकते. ഇനി യേശു ക്രിസ്തു നല്ല ഒരു അധ്യാപകനായിരുന്നു, ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ. यीशु मसीह जो है अपने जीवन में अपना चेलों को सिखाने वाला एक अच्छा शिक्षक भी था. യോഹന്നാന്റെ സുവിശേഷം 6-68 यूहन्ना का सुसमाचार उसका 6:68 पढ़ेंगे. शमौन पतरस ने उसे जवाब दिया, ऐ खुदावन, हम किसके पास जाएं? हमेशा की जिंदगी की बातें तो तेरे ही पास हैं. യേശുവിന്റെ പ്രഥമ ശിഷ്യൻ എന്ന് തന്നെ വേദോസ്തം പറയുന്ന പത്രോസാണ് പറഞ്ഞേക്കുന്നത്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഇതിലും നല്ല ഒരാള് ഈ വചനം പഠിപ്പിക്കാൻ ഞങ്ങൾക്കില്ല എന്ന് പത്രോസ് പറയും. यीशु मसीह का सबसे नंबर 1 चेला का नाम है पतरस. वो पतरस कहते हैं सिर्फ तुम्हारे पास इतना सारा नॉलेज या ज्ञान है जो सीखने के लिए, और तुम्हारे जैसा कोई है नहीं, दूसरा कोई किसी के पास हम जाएं.
ഇനി യേശു ക്രിസ്തു ഒരു പ്രവാചകനായിരുന്നു. एक और बात बताऊं कि यीशु मसीह एक प्रॉफिट भी था. അധികം പേര് അങ്ങനെ പറയാറില്ല. ज्यादा लोग इसके बारे में बताते नहीं हैं. യേശു ക്രിസ്തു ഒരു അപ്പോസ്തലനായിരുന്നു. അതും അധികം പേര് പറയാറില്ല. അപ്പോസ്തലനായ പൗലോസ് ഒറ്റ തവണ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. यीशु मसीह एक अपोस्टल भी था. ये भी पौलुस ने एक बार बोला. പ്രവാചകൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? प्रॉफिट जब आप सुनेंगे तो प्रॉफिट क्या करना चाहिए, क्या बताना चाहिए? आने वाली बात है। പ്രവചനം പറയണം. तो आने वाले चीजों के बारे में बताना है. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രവാചകൻ എന്ന് പറയുന്നയാള് ഒരൊറ്റ പ്രവചനം പോലും പറഞ്ഞിട്ടില്ല. इस दुनिया में एक सबसे बड़ा अभी प्रॉफिट कहने वाला एक लोग है. वो प्रॉफिट जो है अपना जिंदगी में एक भी प्रोफेसी नहीं मिली है. എന്നാൽ യേശു ക്രിസ്തു അനേകം പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. लेकिन यीशु मसीह कई हजारों प्रोफेसी दिया है. കുറെ അധികം നിറവേറിയിട്ടുണ്ട്. कई सारे जो है पूरा हो चुके हैं. ഇനിയും സംഭവിക്കാനിരിക്കുന്നതുണ്ട്. और भी पूरा होने के लिए अभी भी बाकी है. ഇസ്രായേൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഏറ്റവും നല്ലൊരു ഉദാഹരണം. ഇസ്രായേൽ ദേശത്തിന്റെ നാശത്തെക്കുറിച്ച് യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പ്രവചിച്ചു. इजराइल के बारे में यीशु मसीह ने बताया कि इजराइल के तबाह होगा, इसके बारे में बताया था. യേശു ക്രിസ്തു മരിച്ച് ചില വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചു. यीशु मसीह का मृत्यु होने के बाद कुछ सालों के बाद इजराइल तबाह हो गया और पूरा तरीके से डिफीट हो गया था. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ उसका खासियत ये है, ആ സമയത്ത് നിങ്ങൾ വളരെ വേഗത്തിൽ പട്ടണത്തിൽ നിന്ന് ഓടിപ്പോകണമെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയുന്നു. उस समय में वो प्रोफेसी में ये कहते हैं कि जब ये तबाही होगा तो ये सिटी के अंदर से जितना जल्दी आप भाग सकते हैं और शहर से दौड़ सकते हैं उतना जल्दी यहाँ से दौड़ के निकल जाए. യേശു ക്രിസ്തുവിന്റെ ആ പ്രവചനത്തിന് 2 തവണ നിറവേറും എന്നാണ് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. उस प्रोफेसी को 2 बार उसका पूरा होने, एक बार होगा हो गया और होने वाला है, इसके बारे में बताते हैं. ആദ്യത്തെ തവണ നിറവേറുമ്പോൾ 1/3 യഹൂദന്മാർ മരിച്ചു. सबसे पहले ये प्रोफेसी जब पूरा हुआ तो 1/3 यहूदी लोग जो है उनका मौत हो गया. ആ മരിച്ചതിൽ ഒരൊറ്റ ക്രിസ്ത്യാനിയും ഇല്ലായിരുന്നു എന്ന് ജോസഫസ് രേഖപ്പെടുത്തുന്നു. उसमें से उसके अंदर में एक भी क्रिश्चियन लोग नहीं थे. ये जोसेफस लिखा है, जो हिस्टोरियन है. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഓർത്ത് ആ സമയത്ത് പട്ടണം വിട്ട് ഓടിപ്പോയി. क्योंकि वो लोग जो क्रिश्चियन लोग जितने थे यरूशलेम के अंदर, वो यीशु मसीह का ये कलाम पहले सुने थे, इसलिए वो जितने जल्दी हो सके वो सिटी से भाग गए. അത് വിശ്വസിക്കാത്തവര് അവിടെ വിട്ടുപോയി മരണത്തിൽ. जो उस पे विश्वास नहीं की थी वो लोग वहीं रहे और वो जो है उस जंग में खत्म हो गया. ഇനി സംഭവിക്കാൻ പോകുന്നത് പറയുമ്പോൾ മാത്രമല്ല, സംഭവിച്ചു പോയത് അറിയാതെ നേരിട്ടറിയാതെ ആരും പറഞ്ഞറിയാതെ ദൈവിക ജ്ഞാനത്താൽ പറയുമ്പോഴും ആ വ്യക്തിയെ പ്രവാചകൻ എന്ന് വിളിക്കും. एक प्रोफेसी ये आने वाला भी नहीं है. दूसरे एक प्रोफेसी कहीं हो चुका है, या तो एक हादसा कहीं हो चुका है, उसके बारे में कोई सुना नहीं, लेकिन उसके बारे में बताएंगे तो भी वो प्रोफेसी है. യോഹന്നാന്റെ സുവിശേഷം 4:19 यूहन्ना का सुसमाचार उसका 4:19 जब पढ़ेंगे, ആ ഒരു സന്ദർഭത്തെ കുറിച്ച് നമുക്ക് കാണാം. जब आप पढ़ेंगे तो आप इसको समझ लेंगे. औरत ने उससे कहा, ऐ खुदावन, मुझे मालूम होता है कि तू नबी है. ആ സ്ത്രീയുടെ പഴയ ചരിത്രത്തെക്കുറിച്ച് യേശു അവരോട് പറഞ്ഞപ്പോഴാണ് യേശു ക്രിസ്തു പ്രവാചകൻ എന്ന് അവർ विशेषित। यीशु मसीह उस औरत से उनका पिछला जीवन के बारे में बताया तो वो औरत ने बोला कि तू प्रॉफिट है, तो एक भविष्यवक्ता है। ഇതുപോലെ ഒന്നല്ല, വിവിധ സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്। ऐसे कई जो इंसिडेंट है जो यीशु मसीह लोगों के साथ जो बात किया है प्रोफेसी के, വ്യക്തികളുടെ കാര്യത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചത്, जो व्यक्तिगत रूप में जो होना था वो हो गया। ഇനി രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ इस दुनिया को जो होने वाला है उसके बारे में जो है अभी है। ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്ക് മതിയാകും
ലോകത്തിൽ ഇതുപോലൊരു വ്യക്തിത്വം ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ये सारी चीजें जब आप पढ़ेंगे तो आप समझ लेंगे ऐसा एक दूसरा शख्स दुनिया में अभी तक पैदा ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി യേശു ക്രിസ്തു ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ, യേശു ക്രിസ്തു ജനിക്കാനിരിക്കുന്ന സ്ഥലം, എങ്ങനെ ജനിക്കാൻ പോകുന്നു, ഇനി എങ്ങനെ മരിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രവചനത്തിൽ നേരത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം. पिछले दिनों में हमने ये देखा था कि यीशु मसीह का जन्म कैसा होगा, कहाँ होगा और कहाँ रहेंगे और उनका मृत्यु कैसा होगा, इसके बारे में हमने पिछले दिनों में देखे थे. നിങ്ങൾക്ക് ഈ ഒരുപാട് മതത്തിൻ്റെതായ വ്യക്തിത്വങ്ങളെ അറിയാം. ആ മതത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യരെ, ആ മത നേതാക്കളെ, അല്ലെങ്കിൽ ആ മതം ദൈവമെന്ന് വിശ്വസിക്കുന്ന കഥാപാത്രങ്ങളെയൊക്കെ. आप कई मजहब के बारे में सुने होंगे, उसके अंदर नबी का तरफ काम करते हैं और उसमें बड़ा सेवा करने वाले लोग, उसके लिए जंग लड़ने वाले लोग, उसके वो उनको चलाने वाले लोग, काफी लोगों के सामने बात आप सुने होंगे. യേശു ക്രിസ്തുവിന്റെ സ്വഭാവ വിശേഷതകളുള്ള ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. आप कहीं भी कोई भी मजहब ले लें इस दुनिया का और उस मजहब के अंदर यीशु मसीह का जैसे स्वभाव वाला एक आदमी को आप दिखाएं. മാനുഷികമായ അത്യാഗ്രഹം, കള്ളം, കോപം, പക, വിദ്വേഷം, സ്വാർത്ഥമായ ശരീരത്തിന് വേണ്ട താല്പര്യങ്ങൾ, ഇതൊന്നും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. यीशु मसीह के जीवन में अपने लिए पैसा हड़पना, झूठ बोलना, दूसरों का जमीन लेना, कोई जिस्म का इच्छा के लिए, कोई अपना फायदा के लिए, कोई भी चीज अपने जीवन में आप नहीं देख सकते. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള മറ്റു വിശ്വാസങ്ങളെ എടുത്തു നോക്കാം. ഞാനൊന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. लेकिन आप दूसरा कोई भी मजहब आप ले लें, कोई नाम हम बताना नहीं चाहता. അവിടെ ദൈവമെന്ന് പറയുന്നതോ പ്രവാചകൻ എന്ന് പറയുന്നതോ ആയ എല്ലാവരും ഇത്തരം സ്വഭാവങ്ങൾക്കോ വികാരങ്ങൾക്കോ അടിമകളാണ്. वहाँ पे आप देखेंगे कोई प्रॉफिट है, खुदा है, ऐसे कहने वाले जो हर चीज, हर व्यक्ति इन चीजों के लिए भागने वाले लोग हैं और इन चीजों के बारे में हमेशा बातें करते हैं. പുരാണ കഥകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഒരു ദൈവം മറ്റൊരു ദൈവത്തെ കൊല്ലുന്നു, ഒരു ദൈവം മറ്റൊരു ദൈവത്തെ ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. आप जब मिथोलॉजी पढ़ना शुरू करेंगे तो आप देखते हैं कि एक खुदा है जो कहते हैं वो दूसरे से जंग लड़ता है, उसको मारने को जाता है. അത് ഇന്ത്യയിലായാലും ചൈനയിലായാലും ഗ്രീക്കിലായാലും എല്ലായിടത്തും കാര്യങ്ങൾ ഒരുപോലെയാണ് സംഭവിക്കുന്നത്. ये इंडिया में है, चाइना में है, ग्रीस में है, ये सारी जितने भी मिथोलॉजी आप पढ़ेंगे, वहाँ के जितने भी जो खुदा जो कहते थे वो लोग आपस में उनका जंग होते थे. ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ വേറെ ഒരു ദൈവവും ലോകത്തില്ല. ऐसा है, यीशु मसीह ने ये बताया कि अपना दुश्मन से प्यार करो, वैरी से प्यार करो, ये कहने वाला कोई दूसरा शख्स नहीं. പാപി മാനസാന്തരപ്പെടാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വേറെ ഒരു ദൈവവുമില്ല. एक पापी अपने जीवन में मन फिराए और उसके लिए इंतजार करने वाला कोई दूसरा मजहब में कोई खुदा नहीं. ഇനി മറ്റൊരു വ്യത്യസ്തമായ വസ്തുത, ദൈവത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാവരും തുല്യരാകുന്ന ഒരവസ്ഥ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. जब अपने जीवन में आसमान में जब जाएंगे तो मसीह के पास जब पहुंचेंगे तो हर एक इंसान इक्वल हो जाने वाला एक ही मजहब दिखाते हैं जो यीशु मसीह के बारे में मुझे बताएंगे. ഗലാത്യ ലേഖനം 3-27 മുതലുള്ള 2-3 വാക്യങ്ങൾ. गलातियों का किताब, उसका हम पढ़ेंगे 3 बाब, उसके 27 और 28 पढ़ेंगे. और तुम सब जितनों ने मसीह में शामिल होने का बपतिस्मा लिया, मसीह को पहन लिया. ना कोई यहूदी रहा, ना यूनानी, ना कोई गुलाम, ना आजाद, ना कोई मर्दाना औरत, क्योंकि तुम सब मसीह यीशु में एक हो. तो वहाँ पे आपने क्या पढ़ा? इसी यीशु में सब एक. നിങ്ങൾ ജനിച്ച സമൂഹമോ ജനിച്ച രാജ്യമോ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന നിറമോ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ എന്നുള്ളതോ ഇതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. जब आप जन्म लेते हैं तो आपका कलर, आपका मजहब, आपका कोई भी चरित्र यानी स्त्री या पुरुष कुछ भी जो है मायना नहीं रखता. ഈ ഒരു സമത്വം ലഭിക്കുന്ന വേറെ ഒരു വിശ്വാസവും നിങ്ങൾക്കില്ല. ऐसा जो है इक्वालिटी मिलने वाला
कोई भी जगह दूसरा नहीं है, आप कोई भी मजहब नहीं है। നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വിശ്വസിക്കുന്ന മതമാണ് ഹിന്ദു മതം. आप जानते हैं कि सबसे ज्यादा जो हिंदू मजहब, इंडिया जो लोग विश्वास करते हैं हिंदू मजहब, ആ മതത്തില് 4 തരത്തിലുള്ള സമൂഹങ്ങളുണ്ട് മനുഷ്യരിൽ. इस इंडिया के अंदर, वो हिंदू के अंदर जो है 4 तरह का लोग उन्होंने जो है भाग किया हुआ है. അതിൽ ഏറ്റവും മുകളിലുള്ള 2 സമൂഹം ഒഴിച്ചാൽ മറ്റുള്ളവരുടെ ജീവിതം ദുഷ്കരമാണ്. उसमें से 2 लोग, जो पहले का 2 हिस्सा लोग है, जो भाग है, उनका जीवन अच्छा है. जो नीचे का 2 भाग है, उनका जीवन बड़ा मुश्किल है. ഇനി അതിന്റെ ഏറ്റവും പ്രശ്നമുള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, उसका एक सबसे कठिन बात यह है, ഇന്ത്യയിൽ ഹിന്ദുവായിട്ട് ജനിച്ചവർക്ക് കുഴപ്പമൊന്നുമില്ല. इंडिया में हिंदुओं के पैदा हुआ, उनके लिए कोई मुश्किल नहीं है. അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലോട്ട് വന്നിട്ട് जब अमेरिका से एक आदमी इंडिया में आए, അയാൾ പറയണം ഞാൻ ഹിന്ദു ആകാൻ ആഗ്രഹിക്കുന്നു. वो कहते हैं कि मुझे हिंदू बनने के लिए मैं पसंद करता हूँ, मुझे हिंदू बनना है. ഇയാളെ എവിടെ ചേർക്കും? മുകളിൽ എടുക്കുമോ താഴെ എടുക്കുമോ? वो उसको कहाँ हम आप लेंगे? ऊपर वाला दर्जे में लेंगे या नीचे वाला दर्जे में लेंगे? മുകളിൽ എടുത്താൽ അവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല. वो अगर ऊपर लेंगे तो नीचे वालों को अच्छा नहीं लगेगा. താഴെ എടുത്താൽ ഈ വന്നയാൾക്ക് ഇഷ്ടമല്ല. अगर नीचे लेंगे तो जो आया है उनको पसंद नहीं आएगा. ഇതാണ് ആ വിശ്വാസത്തിൽ ഏറ്റവും വലിയ പോരായ്മ. ये सबसे बड़ा मुश्किलात है. അപ്പോൾ മനുഷ്യന്റേതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ നിയമങ്ങൾ എന്ന് മനസ്സിലാവും. ये जब आप सीखेंगे तो आपको समझ आएंगे कि आप कुछ लोगों का इच्छाओं को पूरा करने के लिए ऐसा दर्जा बने थे. ദൈവികമായതിനെ തിരിച്ചറിയാനുള്ള ചില വഴികളാണ്. ये जो है इसके अंदर जो स्पिरिचुअल चीजों को आप समझने का तरीका है, जो स्पिरिट में सब एक है. अगर उसको दर्जा किया है तो उसमें उसके अंदर इंसानियत का हाथ है. മനുഷ്യനെ എവിടെങ്കിലും തരംതിരിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം അത് ദൈവത്തിൽ നിന്നല്ല. अगर कहीं भी इंसान को अलग अलग भाग करके दर्जा दे के अलग करना चाहते हैं, वो वहां पे आप समझना कि ये खुदा से नहीं है. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു. अभी हम दोनों यहाँ पे खड़े हैं. നാളെ നിങ്ങൾ ഈ വചനം പഠിക്കുകയും വചനം പിൻപറ്റുകയും ചെയ്താൽ നാളെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. अभी आप आगे ये कलाम पढ़ेंगे, आप सीखेंगे, आप सिखाने का लायक हो जाएंगे तो आप इधर खड़े होंगे. എന്നാൽ ചില വിശ്വാസങ്ങളിൽ അങ്ങനെയല്ല. ഒരു കുടുംബത്തിൽ ജനിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. लेकिन कई मजहब में ऐसा है, कई बौद्ध में ऐसा है कि वो उसी खानदान में पैदा हो, वही लोग वहां पे खड़ा हो सकते हैं. ഇനി വേദോസ്ത പ്രകാരം ഈ ഒരുപാട് സമൂഹങ്ങള് ഈ സ്ത്രീകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. इस दुनिया में जो कई जो मजहब है, कई जो है कि औरत को नीची जाति समझते हैं या उनको अलग कर देते हैं अपना सोसाइटी से. അത് എവിടെ നിന്ന് വരുന്നു ഞാൻ വേദോസ്തം ये कहाँ से आते हैं, इसके बारे में हम बाइबल में पढ़ेंगे. 33:15 आप पढ़ेंगे पैदाइश 3:15, जेनेसिस 3:15. और मैं तेरे और औरत के दरमियान और तेरी नस्ल और औरत की नस्ल के दरमियान अदावत डालूंगा. वो तेरे सर को कुचलेगा और तू उसकी एड़ी पर काटेगा. അപ്പൊ സ്ത്രീയോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ആർക്കാണ്? औरत से सबसे ज्यादा दुश्मनी किसका है? ദൈവത്തിനല്ല. खुदावंत से. खुदावंत को नहीं है कोई दुश्मनी. ആരെങ്കിലും സ്ത്രീയെ മോശമായിട്ട് കരുതാനോ പറയാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു? अगर कोई आदमी औरत के बारे में गलत बताते हैं या इनका खिलाफ बताते हैं, वो कहाँ से आ रहा है? അത് ശത്രുവിൽ നിന്ന് വരുന്നു. वो दुश्मन से आ रहा है, वो शैतान से आता है. അവിടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. वहाँ पे हमें समझना है यीशु मसीह का खासियत. ഇനി നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം, പേര് പറയപ്പെട്ട 12 ശിഷ്യന്മാര് കഴിഞ്ഞാൽ आप जानते हैं कि 12 चेलों के बारे में बताया है, वो रसूलों के उसके बाद ചുരുക്കമായിട്ടെങ്കിലും പേര് പറയുന്ന 3-4 സ്ത്രീകൾ യേശുവിനോടൊപ്പം ശിഷ്യകളായി കൂടെ ഉണ്ടായിരുന്നു പലപ്പോഴും. 3-4 जो लेडीज थे हमेशा यीशु मसीह के साथ ही रहते थे. ഒരു സ്ത്രീക്ക് യേശുവിന്റെ അടുത്ത് വന്ന് തൈലം ദേഹത്തൊഴിച്ചിട്ട് പാദത്തിലിരുന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. तो एक औरत को अपना यीशु मसीह के पास आके उनका सर पे थोड़ा तेल डालने के बाद उनके पास बैठने का उनको अधिकार मिला था और उनके साथ उनको मौका मिला. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു ആക്ഷേപമില്ലാതെ കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. उस औरत को किसी
कोई रोक टोक के बगैर वो वहाँ पे आ सकते थे। ഇതാണ് നമ്മുടെ യേശുക്രിസ്തു. ये है हमारा यीशु मसीह के बारे में जो हम कहना चाहते ഇനി യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ हैं। പറയാം. यीशु मसीह का जो सूली पे उनको मृत्यु हुआ उसके बारे में हम कुछ बताना चाहेंगे। ഒരുപാട് പേര് പറയാറുണ്ട് യഹൂദന്മാര് നമ്മുടെ യേശുവിനെ കൊന്നു എന്ന് ക്രിസ്ത്യാനികൾ പോലും പറയാറുണ്ട്. हम में से कई लोग ऐसे बताते हैं कि यहूदी लोग यीशु मसीह को मारा था। ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി സമൂഹം അങ്ങനെ വിശ്വസിച്ചിരുന്നു. 50-60 साल पहले जो है ऐसे ही कई लोग विश्वास भी करते थे। യഹൂദന്മാരെ യൂറോപ്പിലുടനീളം കൊന്നൊടുക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. इसलिए यहूदी लोगों को यूरोप के अंदर कई देश में उनको मारा जाता था। അതങ്ങനെ സംഭവിക്കാനുണ്ടായ ഒരു കാരണം ഹിറ്റ്ലർ ഒരു കാരണമാണെങ്കിലും രണ്ടാമത്തെ ഒരു കാരണം സഭയുടെ അന്നത്തെ മൗനമായിരുന്നു. हिटलर के द्वारा जो है कई लाखों लोगों को वहां पे मारा था, लेकिन वो होने के लिए कैथोलिक चर्च का एक ऐसा था कि मुंह बंद था। ये सब जो बादशाह रहे थे वो अपने आप को चुप रहा। മനസ്സിലാക്കാൻ നമ്മുടെ ദൈവത്തെ ആരും കൊന്നിട്ടില്ല. आप ये समझना है यीशु मसीह को किसी ने मारा नहीं। ഇനി മരണം കൊണ്ടും നമ്മുടെ ദൈവത്തിന്റെ ആദ്യവുമല്ല അവസാനവുമല്ല. मृत्यु के साथ यीशु मसीह का शुरुआत भी नहीं है, खत्म भी नहीं है। യേശുക്രിസ്തു ആരംഭിക്കുന്നത് മറിയയിൽ നിന്ന് ജനിക്കുമ്പോഴല്ല. यीशु मसीह का जो जन्म मरिया से जब होते हैं तब यीशु मसीह का शुरुआत नहीं है। ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ യേശുക്രിസ്തു ഉണ്ട്. जब हम पढ़ते हैं इब्तिदा में कलाम था, वहां से यीशु मसीह का शुरुआत हुआ। ഇനി ക്രൂശിൽ പ്രാണനെ വിട്ടു കഴിയുമ്പോൾ യേശുക്രിസ്തു അവസാനിക്കുന്നില്ല. जब वो सूली पे अपना प्राण छोड़ दिया वहां पे उनका खत्म भी नहीं है। യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ പ്രവർത്തികൾ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. उस समय जो है इस जमीन में यीशु मसीह का काम वहां पे खत्म हो गया। നിങ്ങളും മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളോ നിങ്ങളുടെ ആരെങ്കിലും ഭൂമിയിൽ മരിച്ചാൽ आप भी इसको समझना जरूरी है। आप या आपका खानदान में फैमिली में कोई भी अगर मर जाए, നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഭൂമിയിലെ പ്രവൃത്തി മാത്രമേ അവസാനിക്കുന്നുള്ളൂ. आपको ये समझना है उनका इस जमीन में जितना काम था वो खत्म हो गया है। അവർക്ക് മറ്റൊരു ലോകത്തിൽ ഒരു ജീവിതം പിന്നെയും ദീർഘനാള് ബാക്കിയുണ്ട്. उनको एक दूसरे जगह पे उनका एक जीवन पूरा बाकी है। ഇനി യേശുക്രിസ്തുവിനെ ആരും കൊന്നില്ല എന്ന് ഞാൻ പറയുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. അതിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. यीशु मसीह को किसी ने मारा नहीं है, इसके बारे में हमने बताया था। ये ऐसा नहीं, आप कलाम से पढ़ेंगे। യോഹന്നാൻ 10:17 മുതലുള്ള 3 വാക്യം. यूहन्ना का सुसमाचार उसका 10 का 17 से लेके 18 पढ़ेंगे। बाप मुझसे इसलिए मोहब्बत रखता है कि मैं अपनी जान देता हूँ ताकि उसे फिर ले लूँ, क्योंकि उसे मुझसे छीना नहीं बल्कि मैं उसे आप ही देता हूँ। मुझे इसके देने का भी इख्तियार है और इसे फिर लेने का भी इख्तियार है। यह हुक्म मेरे बाप से मुझे मिला। അപ്പോ യേശുക്രിസ്തുവിന്റെ ജീവനെ കൊടുക്കുന്നത് ആരാണ്? यीशु मसीह के जीवन को देता कौन है? യേശുക്രിസ്തു തന്നെയാണ്. यीशु मसीह खुद है। ക്രൂശിൽ പ്രാണനെ വിട്ടത് യേശുക്രിസ്തു തന്നെയാണ്. यीशु मसीह वो सूली पे अपना प्राण को छोड़ दिया, वो खुद ही छोड़ा है। അത് തിരികെ പ്രാപിക്കുന്നതും യേശു തന്നെയാണ്. वो वापिस अपने जीवन में पाया, वो भी यीशु मसीह അപ്പൊ को। ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം നമ്മുടെ ദൈവത്തെ ആരും കൊന്നിട്ടില്ല. अभी आप कोई भी किसी से बात करें तो वही बोलना कि यीशु मसीह को किसी ने मारा യേശുക്രിസ്തു नहीं। യേശുക്രിസ്തു പ്രാണനെ വിട്ടതാണ്. यीशु अपना प्राण को छोड़ दिया था। മനസ്സിലായില്ലേ? आमीन। ദൈവത്തിന് സ്തോത്രം. ഇനി ഏറ്റവും കൂടുതൽ വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ അവതരിപ്പിക്കുന്നത് ഒരു ശോകമൂകമായ രംഗത്തിലാണ്. कई लोग जो है यीशु मसीह का जब मृत्यु के बारे में बताते हैं तो अपने आप को बड़े रो धो के बताते हैं उसके बारे में। ക്രൂശ് മരണത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ലോകത്തിന്റെ ആരംഭം മുതലുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ആ സംഭവം. जो सूली पे यीशु मसीह का मरना तब का एक दिन का प्रोग्राम नहीं है, बल्कि शुरुआत से अवधि से लेके एक सबसे बड़ा योजना था। അവിടെ ഒരു ശരീരത്തിൻ്റെതായ വേദനകളൊക്കെ യേശുവിന് ഉണ്ടാകുന്നുണ്ട്. वहाँ पे एक जिस्म में जितना दर्द होना था वो सब कुछ वहाँ पे होता है। യേശുവിന്റെ കയ്യിൽ വേദനിച്ചു, उनका हाथ में चोट लगा, കാല് വേദനിച്ചു, पैर में लगा, അടി മുതുകത്ത് കൊണ്ടു. उनको मारा पीठ पे। ഇതൊക്കെ വലുതാക്കി നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം,
इसको जो बढ़ा चढ़ा के हम जब बताना शुरू करेंगे, इसको आप समझना है। അതേ ദിവസം ഇത് അനുഭവിച്ച മറ്റ് രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. आपको ये भी समझना है कि उसका राइट और लेफ्ट में दो आदमी थे, ऐसे ही उनके जीवन में भी हुआ था। അപ്പൊ യേശുക്രിസ്തുവിന്റെ വേദന എന്ന് പറയുന്നത് ഇതല്ല. यीशु मसीह का दर्द ये नहीं है। അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു സംഭവം ഉണ്ടാക്കി പറയാം. ये अगर आपको ये समझना है तो एक नमूना आपके साथ पेश करता है। ഞാൻ ഈ പാസ്റ്റർ കയ്യിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു. सोचो कि पास्टर जी से हमने कोई थोड़ा पैसा चोरी कर लिया, എന്നിട്ട് ഞാൻ വരുത്തി തീർത്തു ജോബിയാണ് അത് ചെയ്തത്. लेकिन वो हमने क्या किया, हमने ये किया कि ये पैसा मैं नहीं बल्कि जो भी ने चोरी किया। ജോബിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. जो भी यहाँ पे हमें लेके आया, എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്നത് ജോബിയാണ്. ये मौका यहाँ पे हमें दिया जो भी है। ഞാൻ തിരിച്ചു ചെയ്ത എന്താണ്? मैंने उसके बदले में उसके साथ क्या किया। ഇനി ജോബിയെ പോലീസ് വിളിച്ചു. अभी जो भी को जो है पुलिस അവർ पकड़ेगा, കുറെ ഉപദ്രവിച്ചു. उसको थोड़ा मारेगा पीटेगा, ജോബിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. उसको जॉब में नहीं जा सकता। അപ്പോൾ ജോബിയുടെ മനസ്സിലുണ്ടാകുന്ന ആ വിഷമം ഒന്ന് ആലോചിച്ചു. उनके अंदर क्या बीतेगा ये इस हालत में। ഇനി യേശുവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. अभी आप यीशु मसीह के बारे में सोचें ഞാൻ ചെയ്ത തെറ്റ്, कि मैंने जो गलती किया है, പാസ്റ്റർ ചെയ്ത തെറ്റ്, वो जो पास्टर जी ने जो किया നമ്മൾ है, ഓരോരുത്തരും ചെയ്ത തെറ്റ്, हम सब ने जो गलती किया है, ഭൂമിയുടെ ആരംഭം മുതൽ മനുഷ്യൻ ചെയ്ത സകല തെറ്റുകളും जो अवधि से लेके आज तक जितने इंसान ने जो गुनाह किया है, അതിൽ എന്തൊക്കെ വരുമെന്ന് നമുക്കറിയാം. उसके अंदर क्या क्या आएंगे आप പല जानते മോശപ്പെട്ട പ്രവൃത്തികളുണ്ട്. हैं। बड़े गंदे गंदे पाप होते हैं। ഇനി ജനിക്കാൻ പോകുന്ന മനുഷ്യന്റെ സകല പാപങ്ങൾ, अभी जो जन्म होने वाला लोग है, वो भी जो करने वाले पाप, ഇതിന്റെ ഉത്തരവാദിയായിട്ട് ചെന്ന് ശിക്ഷയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. वो सारे गुनाह अपने ऊपर लेके उसका सजा के लिए आके खड़ा है। അപ്പൊ ചോദിക്കുകയാണ് ജോൺസൺ ചെയ്ത മോഷണം तब जाके पूछते हैं कि जॉनसन आपने जो चोरी किया है, യേശു പറയുന്നത് ഞാനാണ് ഉത്തരവാദി. कहते हैं कि मैं ही किया। എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് വെച്ചാൽ പാപത്തിലേക്ക് നോക്കാൻ കഴിയാത്ത കണ്ണുള്ളവനാണ്. लेकिन ये यीशु मसीह का ऐसा स्वभाव ये है, वो ऐसे गलत कामों के लिए या गंदे चीजों के लिए वो देख नहीं सकता, उनका आंख वहां नहीं जाती। ആ സ്വഭാവത്തിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് യേശു വരുന്നത്. वो स्वभाव वाला आदमी कभी गलती या गुनाह नहीं कर सकते। वो आदमी अभी कहते हैं कि मैंने सारा गुनाहों का हकदार मैं हूँ। ഇതാണ് യേശുവിന്റെ വിഷയം. ये है यीशु मसीह का सबसे बड़ा दर्द। ഇനി യേശുവും ദൈവവുമായിട്ടുള്ള ആ സമയത്ത് ബന്ധം ഒന്ന് ആലോചിച്ചു. अब इस समय जो है यीशु मसीह और खुदावत के साथ जो रिलेशन आप समझ लो। നിങ്ങൾക്ക് പലർക്കും സ്നേഹിക്കുന്ന കുട്ടികളുള്ളവരാണ്, സ്വന്തം കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ ഒക്കെ കുട്ടികൾ. आप बच्चों को प्यार करते हैं, अपने बच्चों को या अपने भाइयों का सिस्टर का बच्चों को आप प्यार करते हैं। നിങ്ങൾ ചെയ്ത ഒരു തെറ്റിന് ആ കുട്ടി ഇവിടുത്തെ ഓടയിലിറങ്ങി കുറച്ച് ചെളിവെള്ളം വാരി കുടിക്കണം എന്നൊരു ശിക്ഷ വന്നിരിക്കുന്നു. आप ये सोचे कि आपने कोई गलती किया या गुनाह किया, उसका सजा ये है कि वो बच्चा गंदा नाली में जाए और उसमें से कुछ पानी लेके वो पीना है, ये सजा है उसके लिए। യേശു ക്രിസ്തുവിന്റെ അവസ്ഥ അതിലും മോശമായിരുന്നു. यीशु मसीह का हालत उससे भी बुरा था। ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. आप ये सोचोगे उसका बाप ये ऊपर से देख रहा है, उनका हालत क्या होगा। മക്കളുള്ളവരോട് ഞാൻ ചോദിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റുമോ? जब जिनका बच्चा है उनसे मैं पूछता हूँ, आप ये देख सकता है? 3 കുട്ടികൾ എനിക്കുണ്ട്, എനിക്ക് പറ്റത്തില്ല. पास्टर जी का 3 बच्चे हैं, कहते हैं कि नहीं देख सकते। ദൈവത്തിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. ये खुदा का जगह बैठ के अपना बच्चा ये काम करते हुए नहीं देख सकते। ഞാൻ പറയും യേശുവിനേക്കാൾ വിഷമത്തിലൂടെ കടന്നുപോയത് ദൈവം. हम ये कहना चाहते हैं कि यीशु मसीह से ज्यादा दर्द किसके अंदर से गुजरा होगा? पिता परमेश्वर का जीवन। ഇതാണ് യേശുവിന്റെ വിഷമം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ये है उनका दर्द, हमें समझना ही है। പലപ്പോഴും നമ്മൾ അത് യേശുവിന്റെ ശരീരത്തിലേക്ക് മാത്രമാക്കി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. हम जो क्या करते हैं, यीशु मसीह का शरीर में जो चोट लगा था उसको बड़ा चढ़ा के बोलने के लिए हम ശരീരത്തിലുള്ളതൊന്നുമില്ല. समय लगा लेते हैं। ലോകത്ത് ഒത്തിരി പേര് അതുപോലെ അനുഭവിച്ചു പോയിട്ടുള്ളവരുണ്ട്. ऐसा लोग, उनका दाहिने और बाएं हाथ उसी दिन था और भी कई लोग ऐसा हालात में
मरे थे। പക്ഷെ നമ്മളെപ്പോലുള്ള വൃത്തികെട്ടവന്മാരുടെ മുഴുവൻ പാപവും കൊണ്ടുപോയിട്ടുള്ള വേറെ ഒരാളും ലോകത്തില്ല. लेकिन हमारा इतना गंदे पापों लेके अपना सर पे लेके अपना गुनाहों को लेके सजा दे लेने वाला कोई दूसरा आदमी शख्स है नहीं. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു തലേ ദിവസം പ്രാർത്ഥനയെ ചോദിച്ചത് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ. इसीलिए एक दिन पहले रात को जब दुआ कर रहे थे तो यीशु मसीह ने पूछा खुदावंद से इससे बचने का कोई और तरीका है. വേറെ ഒരു മാർഗവും ഇല്ലെന്നാണ് അതിന്റെ ഉത്തരം. कोई और तरीका नहीं है. പലരും ആ പ്രാർത്ഥനയെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. वो प्रार्थना को कई लोग जो है गलत तरीके से अपना इंटरप्रेट करते हैं. പക്ഷെ ഞാൻ പറയും ആ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുമായിരുന്നു ദൈവത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടായിരുന്നിരിക്കണം. अगर हम ये कहना चाहेंगे अगर उस दिन वो प्रार्थना नहीं किया होते तो हम बोल देते अपने तरफ से कि खुदावंद और भी कोई प्लान योजना बना देता अच्छा था. അപ്പൊ ഇത്രയും വലിയൊരു പദ്ധതി സ്വർഗത്തിൽ തയ്യാറാക്കി ആ പദ്ധതിയുടെ തയ്യാറാക്കിയതിന്റെ മധ്യത്തിലാണ് യേശുക്രിസ്തു ആ പദ്ധതിക്കായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. इतना बड़ा एक योजना अवधि से लेके खुदावंद ने तैयार किया था. वो तैयार हुआ पद्धति को वो प्लान को पूरा करने के लिए यीशु मसीह को भेजा गया. उसके सेंटर पे आ गया. അതിനകത്ത് വളരെ രസകരമായൊരു സംഗതിയുണ്ട്. എൻ്റെ സങ്കല്പമാണ്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം ആ ശരിയായ ഭാഗം. ഞാൻ അത് സങ്കല്പം എന്ന് പറയുന്നത് എനിക്കത് പറയാൻ ഇച്ചിരി താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. एक थोड़ा सा इमेजिनेशन है मेरा आपके साथ शेयर करना चाहता हूँ. आप उसको समझने का कोशिश करें. നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിൽ മോശ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് കനാനിൽ എത്താതെ മരിക്കേണ്ടി വന്നത്. आप जानते हैं मूसा अपने जीवन में एक छोटी सी गलती की, उसके वजह से खुदावंद ने उसको बोला कि तुम यॉर्दान पार नहीं करेगा. അബ്രഹാമിന്റെ മടിയിൽ മോശയുണ്ട്, മറ്റ് മോശയുടെ കൂടെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. अब्राहम अभी आप सोचे कि अब्राहम का जो तख्त पे वो जब आसमान में थे तो अब्राहम बैठे हैं, उनका साथ मूसा है. इस दुनिया से जो अलग हुआ मिस्र में से जो आया हुआ इजरायली हजारों लोग हैं वहीं बैठे हैं अभी. അപ്പോൾ ഈ കൂടെ ഉള്ളവരൊക്കെ അവിടെ പറയാനൊക്കത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ സങ്കല്പം പറയുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ മോശയെ കളിയാക്കിയിരിക്കും എന്ന് ഞാൻ പറയും. वहाँ पे जब आसमान में जब ऐसे बैठे होंगे तो कुछ लोग आके उनके साथ तो मजाक तो करते ही होंगे. ഇവന് നമ്മുടെ അടുത്തൊക്കെ എന്തൊരു ജാടയായിരുന്നു. वो बोलेंगे देखो हमारे साथ ये कैसे बात करते थे. പ്രവാചകൻ എന്നും പറഞ്ഞ് നടന്നതാണ്. हमारे सामने ये कहते थे कि अपने आप को प्रॉफिट भविष्यवक्ता. അവസാനം നമ്മളെ പോലെ കനാനിൽ പോകാൻ പറ്റാതെ ഇവിടെ തന്നെ. लेकिन देखो कि हमारे जैसे हम भी नहीं गए यॉर्दान और ये भी. ഇങ്ങനെയൊക്കെ ഒരുപാട് കളിയാക്കി കാണുമെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. ऐसा इनके साथ होगा, शायद मजाक किया होगा. അങ്ങനെ ഒരുപാട് കളിയാക്കലുമായിട്ട് പോയിരിക്കുമ്പോഴാണ് യേശുക്രിസ്തു ഭൂമിയിൽ ഈ മരണത്തിന് അല്ലെ ക്രൂശിന് അടുത്ത ദിവസങ്ങളിലേക്ക് എത്തുന്നത്. ऐसे उनके साथ जब ऐसे ही समय बिता रहा था उस समय जो है जमीन में एक और घटना हो रहा है जो यीशु मसीह अपना शूली पे मरने के लिए जा रहा है. ഇതേപോലെ മോശയെ പോലെ തന്നെ ഏകദേശം ഒരു പ്രയാസത്തിൽ തന്നെ എത്തിയ ആളാണ് ഏലിയാവ്. ऐसा मूसा का जैसे ही एक आदमी मुश्किलात में गुजरा था, उनका नाम है एलिया. ഒരു ദിവസം ദൈവം രണ്ടുപേരെയും വിളിച്ചു, മോശയും ഏലിയാവും. एक दिन यीशु मसीह जो है एलिया और मूसा को नीचे बुलाया. മകൻ അവിടെ താഴെയുണ്ട്. कहते हैं उनको बोला कि मेरा बेटा नीचे है, ഒരു ഇച്ചിരി പ്രയാസത്തിലാണ്, वो थोड़ा मुश्किलात में है. നിങ്ങൾ രണ്ടുപേരും പോയി ഒന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിട്ടു. बोला कि तुम दोनों जाके यीशु मसीह के साथ बात करो और बात करके उनको थोड़ा हिम्मत दिलाओ. ഇതെന്റെ ഒരു സങ്കല്പമാണ്. ये एक हमारा इमेजिनेशन പക്ഷെ बताओ. എന്നാലും ആ സമയത്ത് മോശയുടെ ഏലിയാവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. तो उस समय जो है एलिया और मूसा का क्या हिम्मत होगा देखो. അവരുടെ ജീവിതത്തിലെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ്. उनके जीवन में दूसरे लोग उनके ऊपर मजाक करते हुए टाइम है. ഇനി ഒരു പ്രവൃത്തിക്ക് നമ്മൾ കൊള്ളത്തില്ല, അതിന് പറ്റത്തുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് वो आसमान में पहुंच चुके हैं और दुनिया में कोई काम के लिए वो काबिल नहीं है. അതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഒരു लेकिन उसके बढ़कर खुदावत का एक योजना बनी है. उनको बोला कि तुम नीचे जाओ. മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും അവസാനിക്കുന്നില്ല. आप ये सोचो अगर खुदावंद आपके साथ है, जब आप कहते हैं कि आगे कुछ हो नहीं सकते, लेकिन खुदावंद आपके साथ है तो जो अनहोनी है जो भी कर सकते हैं. ऐसा कोई चीज नहीं है जो नहीं हो. ഇന്നത്തെ വിഷയമല്ല, ഞാൻ ഒരു സന്തോഷം കൊണ്ട് ये हमारा आज का टॉपिक नहीं है, लेकिन आपके साथ ये वचन शेयर करना. ക്രൂശിന്റെ വിഷയത്തിലേക്ക് മടങ്ങി. हम अभी आएंगे जो सूली के बारे में. യേശുക്രിസ്തു ഇത്രയും പദ്ധതിയിൽ തയ്യാറാക്കപ്പെട്ടാണ് ഭൂമിയിലേക്ക് വന്ന് ക്രൂശിനടുത്തേക്ക് എത്തിയിരിക്കുന്നത്.
ये सारे जो योजना के दौरान यीशु मसीह इसमें यहाँ तक पहुंचा है। നമ്മുടെ കണ്ണ് ശരീരത്തിലോട്ട് പോകരുത്. हमारा आंखें जो है उनका जिस्म पे नहीं जाती, യേശുവിന്റെ തോളിലിരിക്കുന്ന നമ്മുടെ പാപത്തിലേക്ക് പോകണം. और उनका जो कंधे पे दिया हुआ जो क्रॉस है, वो क्रॉस के अंदर भरा हुआ हमारा गुनाहों के और आपने देखना है। നമ്മുടെ പാപത്തിലേക്ക് നോക്കാൻ കഴിയാത്ത കണ്ണുള്ളവൻ നമ്മുടെ പാപനിമിത്തം കൂടിയാണ് ആ പോക്ക് പോകുന്നത്. पाप के ओर देखने के लिए उनके पास आंखें नहीं है, ऐसा मसीह जो है हमारा सारे गुनाहों को लेके वो चढ़ रहा है आगे। അതുകൊണ്ടാണ് ഈ മകന്റെ വിഷമം കണ്ടുകൊണ്ട് ഒരു പിതാവ് മേളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. इस बेटे का दर्द देखते हुए जानते हुए एक पिता ऊपर बैठ के देखता है। ഈ ക്രൂശിനെ കുറിച്ച് ദൈവത്തിന്റെ സങ്കല്പം എന്താണെന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നതായി. तो क्रूस के बारे में गलातिया बुक में लेटर में कोलोसियों का बुक में क्या खत में क्या लिखा है इसके बारे में पढ़ेंगे। 2 बाब उसका 14। और हुक्मों और वो दस्तावेज मिटा डाली जो हमारे नाम पर और हमारे खिलाफ थी, और उसको सलीब पर कीलों से जड़कर सामने से हटा दिया। ജയോത്സവം കൊണ്ടാടി എന്നാണ് അവിടെ പറയുന്നത്. वहाँ पे वो कहते हैं कि फतह पाया, उसके ऊपर वो आजाद डिक्लेयर किया। ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് നമ്മൾ കരയുമ്പോൾ हम कहते हैं कि ये गुड फ्राइडे करके सब लोग रोने लगे। നമ്മൾക്ക് കാണാൻ പറ്റാത്ത ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നത് ജയോത്സവമാണ്. हमारा जो नजर से आंखों से नहीं देख सकता और रूहानी नजरों से जब देखेगा तो वहां पे कहते हैं शैतान का सारे ताकतों पे उन्होंने फतह पाया। എന്ന് പറഞ്ഞാൽ ഇനി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച എന്നെ പാപത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കാൻ ശത്രുവിനൊക്കെയില്ല. तो यीशु मसीह के साथ जिया हुआ और साथ विश्वास करने वाला मुझे शैतान जो है गुनाहों के बारे में बोल के मुझे डरा नहीं सकता। അതുകൊണ്ടാണ് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. इसलिए कहते हैं जब आप यीशु मसीह पे विश्वास करेंगे तो गुनाहों को तुम्हारे ऊपर कोई अधिकार नहीं है। അതെന്തുകൊണ്ടാണെന്ന് പ്രായോഗികമായിട്ട് ഞാൻ പറഞ്ഞത്. उसको क्यों है आपको मैं बताना चाहूँगा। ഞാൻ യേശുവിൽ വിശ്വസിച്ചു, വിശുദ്ധ ജീവിതം ചെയ്തു തുടങ്ങി. मैं यीशु मसीह पे विश्वास किया, मैं एक पाकीज़ जीवन बिताना चाह रहा था। ഒരു ദിവസം അറിയാതെ ഒരു തെറ്റ് ചെയ്തു. एक दिन अचानक मैंने गलती से कोई पाप किया। പിശാച് പറയുന്നു, നീ ഇനി പ്രാർത്ഥിക്കാൻ കൊള്ളത്തില്ല, तो शैतान कहते हैं कि तू अभी प्रार्थना नहीं करो, तुम നീ प्रार्थना के लिए लायक നീ नहीं। യേശുവിന്റെ മകനല്ല. तुम यीशु का बेटा नहीं है, तू मेरा बेटा है। അല്ല, യേശുക്രിസ്തു പറയുന്നു, നീ ക്ഷമ ചോദിച്ചാൽ ഞാൻ ക്ഷമിക്കും. यीशु मसीह ये कहते हैं कि अगर तुम माफी मांगेगा तो मैं तुम्हें माफ വീണ്ടും करूंगा। ഞാൻ ക്ഷമ ചോദിക്കുന്നു, യേശുവിന്റെ മകനായി യാത്ര തുടങ്ങുന്നു. फिर मैंने वो तौबा मांगते हैं या माफी मांगते हैं और मैं यीशु का बेटा बनके फिर से मेरा सफल हो जाता है। യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത സമയത്ത് ഈ പിശാച് ഭീഷണിപ്പെടുത്തുമ്പോ ഞാൻ ആ ഭീഷണിയിൽ പറയുന്നു. यीशु मसीह के बारे में जब मैं नहीं जानते थे उस टाइम और डराते थे, मैं और डर में डर जाता था, लेकिन अभी नहीं। യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞ ശേഷം ഇനി അവന്റെ ഭീഷണി എന്റെ മേൽ വില പോകും. जब यीशु मसीह को मैंने जान लिया और मुझे माफ करने के लिए वो राजी है, तो फिर मैं मेरे ऊपर उनका डरावी चीजें मेरा ऊपर नहीं लागू। നമുക്കെല്ലാവർക്കും വേണ്ടി ജയഘോഷം നടന്ന ദിവസമാണ് ആ മരണം. हमारे सारे जीवन में फतेह पाने वाला और आजादी देने वाला दिन था वो। അപ്പോ ക്രൂശ് നമുക്ക് ദുഃഖത്തിന്റെ ദിവസമല്ല, ജയോത്സവത്തിന്റെ ദിവസം. इसीलिए जो है सूली हमारे लिए कोई दुख की बात नहीं है, बल्कि हमारे लिए घमंड की बात है। ഇത് കഴിഞ്ഞ ശേഷം യേശുക്രിസ്തു മനുഷ്യനോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. इसके बाद यीशु मसीह जो है इंसान को एक ही बात बताया। മത്തായി സുവിശേഷം 28 അധ്യായം 19-20 വാക്യം. मत्ती का सुसमाचार उसका 28 का 19 और 20। अब तुम जाकर सब कौमों को शागिर्द बनाओ और उनको बाप और बेटे और उन कुद्दुस के नाम से बपतिस्मा दो, और उनको ये तालीम दो कि उन सब बातों पर अमल करें जिनका मैंने तुमको हुक्म दिया, और देखो मैं दुनिया के आखिर तक हमेशा तुम्हारे साथ हूँ। സകല ലോകത്തിലും ഈ യേശുക്രിസ്തുവിനെ അറിയിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ദൗത്യം. पूरे दुनिया में यीशु मसीह के बारे में बताना ये हमारे लिए जो दिया हुआ हुक्म है। നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. हमें डायरेक्टली दूसरे के बात नहीं बता सकता, ऐसा जगह है, പക്ഷെ നമ്മുടെ ജീവിതം കാണുമ്പോൾ അവർ മനസ്സിലാക്കും. लेकिन जहाँ पे हमारा
हम कैसे जीते हैं, हमारा तरीका देख के वो समझना चाहिए हम कैसा है। ജാതി മതഭേദമന്യേ എന്നോട് പ്രാർത്ഥനയ്ക്കായി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒത്തിരി പേരുണ്ട്. कई मजहब के लोग जो है पास्टर जी के पास आते हैं और प्रार्थना के लिए दुआ के लिए मांगते हैं। ഇതേ അനുഭവം ഇവിടെ ഓരോരുത്തർക്കും ഉണ്ട്. ऐसे जो है आप सबके साथ भी होगा। कई मजहब के लोग, कई विश्वासी लोग, कई तरह चीज़ों में विश्वास करने वाले लोग आपके पास आते हैं और दुआ करवाते हैं। ഞാൻ അനേക വിശ്വാസികളിൽ നിന്ന് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. कई लोगों से हमने ये सुना भी है पहले से। എന്തുകൊണ്ടാണ്? क्यों? നമുക്ക് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം അവരിലേക്ക് പകരുന്നത് കൊണ്ടാണ്. हमारे अंदर जो विश्वास है वो उनके और भी उनके जीवन में भी देने के लिए। നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയം കാണിച്ചാൽ അവരിലേക്ക് വിശ്വാസമല്ല പോകുന്നത്, പകരം ഭയമാണ്. हम जो है एक डर दिखाएं तो उनके अंदर जो है डर ही जाएगा, विश्वास नहीं जा सकता। അതുകൊണ്ട് യേശുക്രിസ്തു നമ്മോട് പറയുന്നത് ഈ യേശുക്രിസ്തുവിനെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. तो कलाम ये कहते हैं कि आप दूसरे लोगों तक जो है यीशु मसीह को पहुंचा दो और कलाम पहुंचा दो। നിങ്ങൾക്ക് ഓർമ്മ കാണും, ദൈവാലയത്തിന് മുമ്പിൽ യാചകനായിരുന്ന ഒരുവനെ പത്രോസും യോഹന്നാനും കണ്ട സംഭവം. आपको याद होगा रसूलों का माल में पतरस और योहन्ना जो चल रहे थे हैकल के सामने, तो वो भीख मांगते थे। उनको बोला कि हमारे पास पैसा नहीं है, बल्कि जो हमारे साथ पास में है वो हम देते हैं। അവർ യേശുക്രിസ്തുവിനെയാണ് അവന് കൊടുത്തത്. उनको क्या दिया? उनको यीशु मसीह को दिया। ഇനി അവന് പൈസ വേണ്ട, अभी उसको पैसा की जरूरत नहीं, ഇനി അവന് ഭിക്ഷ വേണ്ട. अभी वो भीख नहीं मांगेगा। ഇതാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ये हम दे सकते हैं। ഒരു മനുഷ്യന് യേശുക്രിസ്തുവിനെ കൊടുത്താൽ അവന് വേറൊന്നും വേണ്ട. यीशु मसीह को एक आदमी को दे दिया, फिर वो कुछ नहीं मांगने वाला। സകല ജാതികളിലേക്ക്, हर मजहब के अंदर, आप दुनिया में। ഇനി നിങ്ങളോട് പാസ്റ്റർ പറഞ്ഞു കാണുമെങ്കിലും ഞാൻ ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. इसके साथ एक और चीज़ हम बताएंगे, फिर हम क्लोज करेंगे। സുവിശേഷം പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ. जब सुसमाचार दूसरों के साथ शेयर करते हैं तो एक दो चीज़ आपको ध्यान रखना है। നാം എല്ലാ മനുഷ്യരും പാപികളാണ് എന്നുള്ള വസ്തുത അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. आपको ये समझाना जरूरी है, हर दुनिया में हर एक पापी है, गुनहगार है, ये आप उनको समझाना जरूरी है। വേദപുസ്തകത്തിലെ വാക്യങ്ങളുണ്ട് അതിനുവേണ്ടി എല്ലാ മനുഷ്യരും പാപികളാണെന്ന് പറയുന്ന വാക്യങ്ങൾ റോമാലേഖനത്തിലുണ്ട്. रोमियो का किताब में कई जगह है लिखा हुआ है कि दुनिया का हर एक इंसान पापी है, गुनहगार है। പാപിക്ക് ശിക്ഷയുണ്ടെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടാവും. आप उनको ये भी समझाना है, जो गुनहगार है उनको सजा भी खुदावंद देगा। ഇത് രണ്ടും മനസ്സിലായ ശേഷം അവർക്ക് ബോധ്യം വരും ഇതിനൊരു പരിഹാരം വേണമെന്ന്. ये जब उनको समझ लेंगे तब वो बताएंगे कि इसके से कोई हल चाहिए। ആ സമയത്താണ് പരിഹാരമായ ആരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? उस समय जो हल के लिए हम उनको यीशु मसीह को दिखाएंगे। ഇതാണ് സുവിശേഷത്തിന്റെ രീതി. ये है सुसमाचार का तरीका। പാപിയാണെന്ന് ബോധ്യം വരുത്തുക, ശിക്ഷയുണ്ടെന്ന് ബോധ്യം വരുത്തുക, ഇതിന് പരിഹാരമായി യേശുവിനെ കൊടുക്കുക. आप एक आदमी को समझाना है आप गुनहगार हैं, पापी हैं, और पापी के लिए सजा है, और सजा से बचने के लिए एक तरीका है, वो है यीशु। ഇനി ചില മുത്തുകൾ അടങ്ങിയ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ കയ്യിലിടുന്ന ചില മാലയോ അതുപോലൊക്കെ കൊണ്ടുപോയി ഇത് വിശദമായി പറഞ്ഞു കൊടുത്ത് ഇതിൽ ഓരോ കളറും ഓരോ അതിനെ പ്രതിനിധീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന രീതികളൊക്കെ പലർക്കും ഉണ്ട്. कुछ लोग ऐसा है कि कोई ब्रेसलेट लेके जाते हैं और उसमें से कोई धागा लेके जाते हैं और उसमें कहते हैं ऐसा करो, और उसमें से एक एक का एक एक मतलब है, ऐसे बताने वाले लोग हैं। ഇത് ആ പോകുന്ന ആൾക്ക് ഓർമ്മയിരിക്കാനും ക്രമത്തിൽ കാര്യങ്ങൾ പറയാനും വേണ്ടി ചെയ്യുന്ന രീതി എന്ന് മാത്രമേ. ये जो है उसको तरीके से समझाने के लिए और एक से कनेक्शन करके बताने के लिए रखा है। ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ആർക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ये जो 3 चीजें बताए थे ये आपको आसानी से याद रख सकते हैं, कोई किसी चीज की जरूरत नहीं है। പാപിയാണെന്ന് ബോധ്യം വരുത്തുക, सबसे पहला क्या है, एक आदमी को ശിക്ഷയുണ്ടെന്ന് गुनहगार है करके उसको समझाना है, और उसको ये समझाना है कि हर गुनहगार को सजा मिलेगी, യേശുക്രിസ്തുവിനെ ഓർക്കുക. और जो सजा से बचने के लिए एक ही तरीका है। ये आप याद रखने के लिए, बताने के लिए कोई आसान, ये बहुत आसान है, ये आसान तरीका अपना है। അവസാനമായിട്ട്
ഇനി ആരാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞു അവസാനം. आपको ये बताएं कि ये कौन करना चाहिए. पास्टर कर जाना चाहिए. ये पास्टर का അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യം. रसूलों का माल 8 का 1 पढ़े. और साउल उसके कत्ल पर राजी था। साउल कलीसिया को सताता है। उसी दिन उस कलीसिया पर जो यरूशलेम में थी बड़ा जुल्म बरपा हुआ और रसूलों के सिवा सब लोग यहूदिया और सामरिया की तरफ में परागंदा हो गए। ഇത് സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതിന് ശേഷം സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. जब ये स्टेफन को पत्थर मार के मार दिया था उसके बाद ये घटना हुई. അവിടെ ചിതറിപ്പോയവർ ആരൊക്കെയാണ്, ചിതറിപ്പോകാത്തവർ ആരൊക്കെയാണ്? ये लोग बिखर गए थे, उसके बारे में हम बताते हैं यहाँ पे. അപ്പോസ്തലന്മാരാരും ചിതറിപ്പോയില്ല. जितने रसूल लोग थे वो नहीं भागे. പക്ഷെ ബാക്കിയുള്ള ജനം മുഴുവൻ എന്ത് ചെയ്തു? बाकी जितने लोग थे सारे. ഉറപ്പാണ് അപ്പോസ്തലന്മാർ പോയിട്ടില്ല, ബാക്കി എല്ലാവരും. रसूल तो वही थे. क्या कलाम में क्या लिखा है? रसूलों के सिवा सब लोग यहूदिया और सामरिया की तरफ परागंदा हो गए। तो रसूल तो वहीं रहे. യെരുശലേം. ഇനി 4-ാം വാക്യം. उसके 4 भी पढ़े. 4था आयत. बस जो परागंदा हुए थे वो कलाम की खुशखबरी देते फिरे। അപ്പോൾ ആരാണ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്? तो सुसमाचार किसने दिया? ये इसका काम नहीं है, किसका काम है? आपका काम. हर एक का काम. हर एक का काम. നിങ്ങളെല്ലാവരെയും ഒരു സുവിശേഷ വേലയ്ക്കായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരിക്കൽ കൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്നു. हम सबको जो है एक बार और खुदा का सेवकाई में सुसमाचार में आगे बढ़ने के लिए मैं रिक्वेस्ट करते हुए मैं कलाम से कलाम बंद कर रहा हूँ. आप सबको खुदा बंद कर रहा हूँ.